ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിയിലേക്ക് വണ്ടി കയറി കഴിഞ്ഞതിന് ശേഷം ഇതാ പുതിയ ഒരാൾ വീണ്ടും ഇവിടെ വിമാനമിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം കനഗോലു ആണ്. കനഗോലു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോൾ പഠനങ്ങൾ നടത്തുന്ന, അന്വേഷണം നടത്തുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് കനഗോലു. കനഗോലുവിന് കിട്ടിയ ഒരു പുതിയ ചുമതല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നേതാക്കളെക്കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വരിക, ഓരോ നേതാക്കളെയും ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ട് ഒരു റിപ്പോർട്ട് നൽകുക. അതാണ് ഇപ്പോൾ കനഗോലു കേരളത്തിൽ തുടങ്ങി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിയായ ലക്ഷ്യം ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനും, പഠിക്കേണ്ടത് ശരിക്കും മനസാക്ഷിയെ മുൻനിർത്തി പഠിക്കാനും, ആർക്ക് വേണ്ടി ബയസ്ഡ് ആകാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ഒരു ടീം മാനേജരാണ് കനഗോലു. കനഗോലുവിൻ്റെ പഠനങ്ങളും റിപ്പോർട്ടുകളും AICCക്ക് 100% വിശ്വാസവും ആണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ചുമതല കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറയാം. നിലവിൽ KPCCയുടെയും കോൺഗ്രസിൻ്റെ ഇതര വിഭാഗങ്ങളുടെയുമൊക്കെ നേതൃത്വത്തിൽ ഉള്ള ആളുകളുടെ ചില കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഒന്ന്, ഈ നേതാക്കളുടെ കരുത്ത് എത്രത്തോളം ഉണ്ട്. കരുത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കരുത്തനായ നേതാവാണോ അല്ലയോ. ഇത് കനഗോലു ഓരോരുത്തരെയും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും. രണ്ടാമത്, ഈ നേതാക്കളുടെ പരിമിതി എത്രത്തോളമാണ്. നേതാവിൻ്റെ കരുത്ത് മാത്രമല്ല, നേതാവിന് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിധികളും ഉണ്ടാകും. അവരുടെയൊക്കെ പരിധി എത്രത്തോളമാണ് എന്ന് പഠിച്ചു പറയുക. മൂന്നാമത്തത് അതിപ്രധാനമായ വേറൊരു ചുമതലയാണ്. ഇവർക്കുള്ള ജനസ്വീകാര്യത എത്രയാണ്, അതും പഠിച്ച് റിപ്പോർട്ടായി നൽകുക. അവസാനത്തേത്, ഇവരുടെ പ്രവർത്തന മികവ് കൂടി മനസ്സിലാക്കി റിപ്പോർട്ടാക്കുക. ഇത്രയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. ഇവരുടെ സംഘടനാ തലത്തിലുള്ള ഇവരുടെ സംഘടനാ തലത്തിലുള്ള ഇവരുടെ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള ഇവരുടെ ഒരു മികവ്, ഇപ്പോൾ നേതൃത്വത്തിലൊരു പൊസിഷനിലിരിക്കുന്നു, ആ പൊസിഷനോട് ഇവർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത എത്രത്തോളമാണ് എന്നും കൂടി മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടൊരു റിപ്പോർട്ട് AICCക്ക് ഉടനെ നൽകും. അതുകൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും പുതിയ നേതൃത്വ നിര കേരളത്തിൽ വരിക. അഥവാ സംഘടനാ ഉടച്ചു വാർക്കൽ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തൊട്ട് പിന്നാലെ അധികം വൈകാതെ കനഗോലു കൂടി റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഒരു തീരുമാനം വരും. ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് ദീപാദാസ് മുൻഷി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ ഒരു തീരുമാനം വരും എന്നുള്ളതാണ്. പക്ഷേ അറിയുന്ന വിവരം അതിനോടൊപ്പം കനഗോലു കൂടി പറയുന്ന റിപ്പോർട്ട് കൂടി നോക്കും. ഇപ്പോൾ ദീപാദാസ് മുൻഷി ഇവിടുത്തെ സംഘടനാപരമായ കാര്യങ്ങളുടെ ഒരു അവസ്ഥ വ്യക്തമായും പഠിച്ചു കൊടുത്തു. ഇവിടുത്തെ ഗ്രൂപ്പുകളുടെ സ്റ്റാൻഡുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിവരം ദീപാദാസ് മുൻഷി റിപ്പോർട്ടായി നൽകി. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ബേസിൽ വന്നു കിട്ടിയിരിക്കുന്ന ചില പേര് വിവരങ്ങളും നിലവിൽ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടാതിരിക്കുന്ന നേതാക്കളെ സംബന്ധിച്ചും കനഗോലു പഠിക്കും. കനഗോലു കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത KPCC പ്രസിഡൻ്റ് ആര്, സെക്രട്ടറിമാർ ആര്, മറ്റ് ഭാരവാഹികൾ ആര് എന്ന് AICC നേതൃത്വം ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. അത് വൈകാതെ ഉണ്ടാകും. അപ്പോൾ പഠനങ്ങളെല്ലാം ഇത് അവസാനിക്കാൻ പോവുകയാണ്. ദീപാദാസ് മുൻഷിയുടെ പഠനം അവസാനിച്ചു, റിപ്പോർട്ട് ഡൽഹിയിലെത്തി. ഇനി കനഗോലുവിൻ്റെ റിപ്പോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ നേതാക്കൾ കനഗോലുവിനെ വട്ടം ചുറ്റി ഇനി കുറച്ച് ദിവസം നിൽക്കും. പക്ഷേ കനഗോലു വട്ടം ചുറ്റലിലൊന്നും വിധേയമാകുന്ന ആളാണെന്ന് തോന്നുന്നില്ല. കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും അതേ രീതിയിൽ തന്നെ ഫലപ്രദമായി എഴുതി AICCക്ക് കൊടുക്കുക തന്നെ അദ്ദേഹം ചെയ്യും. മണിയടി നടക്കില്ല എന്ന് ചുരുക്കം. മണിയടിച്ചുകൊണ്ട് ആർക്കും ഇനി നേതാവാകാൻ കേരളത്തിൽ കഴിയില്ല. മറ്റെവിടെയെങ്കിലും കഴിയുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ കേരളത്തിൽ അത് കഴിയില്ല. മണിയടിയുടെ കാലം കഴിഞ്ഞു. യോഗ്യതയുണ്ടോ അകത്ത് വരും, ഇല്ലെങ്കിലോ പുറത്ത് തന്നെ നിൽക്കും. കിട്ടിയ സ്ഥാനങ്ങൾ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതും പരിശോധിക്കപ്പെടും.
അതിൽ മികവ് പുലർത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർ തുടരും, ഇല്ലെങ്കിൽ അവർ പുറത്തു പോകും. പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. ഒന്ന് ഏകദേശം ധാരണയുണ്ട്, KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സുധാകരൻ മാറാൻ പോവുകയാണ്. സുധാകരനെ മാറ്റും. ഇനി ആരൊക്കെയാണ് പകരം വരുന്നു എന്നുള്ളത് ചില സജഷൻസ് ഉണ്ട്, ചില കോർണറുകളിൽ നിന്നുള്ള സജഷൻസ് ഉണ്ട്. ആ സജഷൻസ് ഏറെക്കുറെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പറയാൻ അടുത്ത എപ്പിസോഡിൽ പറയുക തന്നെ ചെയ്യും. അടുത്ത KPCC പ്രസിഡന്റ് ആരാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അത് ആരാണ് അതിൽ ഗോളടിച്ചത് എന്നും നമുക്ക് നോക്കാം. ഒന്ന് ഉറപ്പ് ആദ്യം പറയുന്നു, സുധാകരൻ മാറുക തന്നെ ചെയ്യും. കാരണം സുധാകരന് ആ വിവരം കിട്ടിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. മാറും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ബലം പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ദോഷകരമായി വന്നത് അദ്ദേഹത്തിൻ്റെ ശാരീരിക അനാരോഗ്യമാണ്. പക്ഷേ അതിൻ്റേതായ നിലയിൽ ആ ഭാഗം വളർത്തിയെടുത്ത് അദ്ദേഹത്തിന് പുറത്തു പോകാനുള്ള വഴിയൊരുക്കാൻ ചിലരൊക്കെ നന്നായി ശ്രമിച്ചിട്ടുമുണ്ട്. അത് ഫലപ്രാപ്തിയിൽ എത്തുന്നു എന്നുള്ളതാണ് സൂചനകൾ. കാരണം അത് സംഭവിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഒരു ഐക്യം എന്ന് പറയുന്നത് രൂപപ്പെട്ട് വരാനുള്ള ഇടയില്ല എന്ന് ദേശീയ നേതൃത്വത്തിന് വ്യക്തമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കനകോലുവിൻ്റെ റിപ്പോർട്ടും ഏകദേശം ആകുന്ന മുറയ്ക്ക് ലഭിക്കുമെങ്കിൽ, നമുക്ക് കിട്ടുമെന്നാരും കരുതണ്ട, നമുക്കതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടാൻ ഇടയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിവരവും ഈ ചാനലിൽ ഞങ്ങൾ പങ്കുവെക്കും. ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. ഇത് കോൺഗ്രസിൻ്റെ ചാനലൊന്നും അല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ അപച്യുതികൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. വിമർശിക്കേണ്ട എല്ലാവരെയും വിമർശിക്കും. അക്കാര്യത്തിൽ യാതൊരു തരത്തിലും രണ്ട് തോന്നലുകൾ ഞങ്ങൾക്കുണ്ടാവില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പിന്നെ കോൺഗ്രസ് ആയാലും BJP ആയാലും ഞങ്ങളത് ചെയ്യും. സത്യസന്ധമായ അവതരണം, കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, വാസ്തവങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. എങ്കിൽ അത് ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. നന്ദി.